കേരളത്തിന്റെ 11 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ചില ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും കാണുന്നു. ഇൻഫോ മീഡിയ വ്ലോഗിന്റെ വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ശക്തമായ മഴ തുടരുകയാണ്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ ശക്തമായ നാശനഷ്ടങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കോഴിക്കോട് കല്ലാച്ചിയിൽ മിന്നൽ ചുഴലി രൂപപ്പെട്ടു. പലയിടങ്ങളിലായി വലിയ കിണറുകളും ഇടിഞ്ഞു താഴുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് മുതൽ വടക്കൻ മധ്യകേരളം വരെ സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദമാണ് ഈ മഴയ്ക്ക് കാരണം. കേരളത്തിലെ ഇന്നത്തെ കാലാവസ്ഥാ പ്രവചന പ്രകാരം സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്നത്തെ പ്രധാന കാലാവസ്ഥാ അപ്ഡേറ്റുകൾ ഇവയാണ്. സംസ്ഥാനത്ത് വ്യാപകമായി ഇടത്തരം മുതൽ ശക്തമായ മഴ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ 7 മുതൽ 12 സെന്റിമീറ്റർ വരെ ലഭിച്ചേക്കാം. ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ ഇനി പറയുന്നവയാണ്: കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. യെല്ലോ അലർട്ട് എന്നത് വലിയ അപകടം സംഭവിക്കുമെന്ന അർത്ഥമല്ല, എന്നാൽ സാഹചര്യങ്ങൾ വഷളാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നാണ് മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം. ശക്തമായ മഴ തുടർച്ചയായി ലഭിക്കുന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് മണ്ണിൽ വിള്ളൽ കാണുക, മരങ്ങൾ ചെരിയുക, അസാധാരണമായ ശബ്ദങ്ങൾ കേൾക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സമയം കളയാതെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുകയും ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിക്കുകയും വേണം. ശക്തമായ മഴയുള്ള സമയത്ത് പുഴകളിലും തോടുകളിലും വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം. വെള്ളത്തിൻ്റെ ഒഴുക്ക് പുറമേ നിന്ന് ചെറുതായി തോന്നിയാലും അടിയൊഴുക്ക് വളരെ ശക്തമായിരിക്കാം. വാഹനയാത്ര നടത്തുന്നവർ വെള്ളക്കെട്ടുള്ള റോഡുകളിലൂടെ വേഗത്തിൽ വാഹനം ഓടിക്കരുത്. റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ വെള്ളത്തിലൂടെ വാഹനം കടത്താൻ ശ്രമിക്കുന്നതും അപകടകരമാണ്. ഇന്ന് കോഴിക്കോടും വയനാടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോഴിക്കോടിൻ്റെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വീണ്ടും ശക്തി പ്രാപിക്കുന്ന സാഹചര്യമാണുള്ളത്. അതിനാൽ വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴയുടെ ശക്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ പോലെയുള്ള മലയോര മേഖലകളിൽ താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. ശക്തമായ മഴ തുടർച്ചയായി ലഭിക്കുമ്പോൾ മണ്ണിൽ ജലത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും ചില പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടാക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മഴ ശക്തമാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി വ്യാജ വാർത്തകൾ പ്രചരിക്കാറുണ്ട്. ഈ ഡാം തുറക്കാൻ പോകുന്നു, ഈ ജില്ലയിൽ വലിയ പ്രളയം വരുന്നു, ആ പാലമൊലിച്ചുപോയി, ഇങ്ങനെ സ്ഥിരീകരിക്കാത്ത സന്ദേശങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പ്ലാറ്റ്ഫോമിൽ ഈ ചാനലിനെ ഫോളോ ചെയ്യുന്നത് പരിഗണിക്കുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.